KK's എഡ്യൂക്കേഷണൽ അരീനയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു കഥയാണ് പഠിപ്പിക്കുന്നത്, അമിഗോ ബ്രദേഴ്സ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ പാരി തോമസ്. ഇറ്റ് ഈസ് ദി സ്റ്റോറി ഓഫ് ടു ഇന്റിമേറ്റ് ബ്രദേഴ്സ്, അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗസ്. They are 17 years old. They have the same dream of becoming the world lightweight champion. They consider themselves to be brothers. ബോക്സിംഗിലെ നിരവധി ഒഴിവാക്കൽ മത്സരങ്ങൾക്ക് ശേഷം അവസാനം രണ്ടുപേരും ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ മത്സരത്തിൽ വിജയിച്ചാൽ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ച് ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റിൽ പങ്കെടുക്കാം. ഇതൊരു മത്സരമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് വിജയിക്കാൻ പറ്റൂ. അവരടുത്ത സുഹൃത്തുക്കളാണ്. അത് തന്നെയാണ് പ്രശ്നവും. ഇവിടെ എന്തിനാണ് പ്രാധാന്യം? അവരുടെ സൗഹൃദത്തിനോ അതോ സ്വപ്നങ്ങൾക്കോ? അപ്പോ അവർ തമ്മിലുള്ള മത്സരത്തിനും നിരവധി മുഷ്ടിപ്രഹരങ്ങൾക്കും ശേഷം അവർ മനസ്സിലാക്കുന്നു തങ്ങളുടെ സൗഹൃദത്തിനാണ് പ്രാധാന്യമെന്ന്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് പോലും കാത്തു നിൽക്കാതെ അവർ കൈകൾ കോർത്തു പിടിച്ച് മത്സരവേദി വിട്ടുപോകുന്നു. ഇനി നമുക്ക് ഈ ലെസൺ ഒന്ന് വായിച്ചു നോക്കാം. Amigo Brothers by Parry Thomas. Antonio Cruz and Felix Vargas were both 17 years old. Antonio Cruzum ഫെലിക്സ് വാഗസും 17 വയസ്സ് പ്രായമുള്ളവരാണ്. They were so together in friendship that they felt themselves to be brothers. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ പരസ്പരം സഹോദരങ്ങളായിട്ടാണ് കരുതിയിരുന്നത്. ഇവിടെ സോ ദാറ്റ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അതായത് ഹീ ഈസ് സോ സ്ട്രോങ് ദാറ്റ് ഹീ ക്യാൻ ലിഫ്റ്റ് ദിസ് ബോക്സ്, അല്ലെങ്കിൽ ഹീ ഈസ് സോ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ദാറ്റ് ഹീ ക്യാൻ പാസ് ദിസ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോ ദാറ്റ്. ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്, growing up on the lower east side of Manhattan in the same building. അവർ കുട്ടിക്കാലം മുതലേ പരസ്പരം അറിയാം. അവർ മാൻഹാറ്റൻ എന്ന സ്ഥലത്തിൻ്റെ ലോവർ ഈസ്റ്റ് സൈഡിലാണ് വളർന്നത്. ഒരേ ബിൽഡിങ്ങിലാണ് വളർന്നത്. Antonio was fair, lean and lanky, while Felix was dark, short and husky. അന്റോണിയോ വെളുത്ത ആളായിരുന്നു, ലീൻ മെലിഞ്ഞ ആളായിരുന്നു. ലാങ്കി എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒക്കെ വളരെ നീണ്ട് മെലിഞ്ഞ് നടക്കുമ്പോഴൊക്കെ ഒരു ഭംഗിക്കുറവൊക്കെ ഉള്ള പോലുള്ള. വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഫെലിക്സ് ആകട്ടെ കറുത്ത ആളായിരുന്നു, ഷോർട്ട് ഉയരം കുറഞ്ഞ ആളായിരുന്നു. ആൻഡ് ഹസ്കി എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, കരുത്തനായിരുന്നു. അന്റോണിയോസ് ഹെയർ വാസ് always falling over his eyes, while Felix wore his black hair in a natural afro style. അന്റോണിയോവിൻ്റെ മുടി വളർന്ന് നെറ്റിയിലൂടെ കണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. എന്നാൽ ഫെലിക്സ് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ആഫ്രിക്കക്കാരുടെ, കറുത്ത വർഗ്ഗക്കാരുടെ ഹെയർ സ്റ്റൈലായിരുന്നു. അപ്പോൾ ഇവിടെ വൈൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കോൺട്രാസ്റ്റിനെ കാണിക്കുന്നു, അതായത് വ്യത്യാസത്തെ കാണിക്കും. നമ്മൾ വേറാസും ഉപയോഗിക്കാറുണ്ട്, WHERES വേറാസും ഉപയോഗിക്കാറുണ്ട് വ്യത്യാസത്തെ കാണിക്കാൻ. Each youngster had a dream of someday becoming a lightweight champion of the world. രണ്ടു പേർക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആകുക. അത് ബോക്സിങ്ങിലെ ഒരു കാറ്റഗറിയാണ്. 57 കിലോഗ്രാം മുതൽ 61 കിലോഗ്രാം വരെ ഭാരമുള്ളവർ പങ്കെടുക്കുന്ന മത്സരം. എവറി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്, സംടൈംസ് അറ്റ് ദി ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദി ജിം. അവർ പരിശീലനം നേടിക്കൊണ്ടേയിരുന്നു. ചിലപ്പോൾ ബോയ്സ് ക്ലബിൽ വെച്ചായിരിക്കും, ചിലപ്പോൾ ജിമ്മിൽ വെച്ചായിരിക്കും. Early morning sunrises would find them running along the East River Drive, wrapped in sweat shirts and short towels around their necks. രാവിലെ അവർ ഓടി തളർന്ന് വരുന്നത് കാണാം. അപ്പോൾ അവരുടെ ഷർട്ടൊക്കെ വിയർപ്പിൽ കുതിർന്ന് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടവൽസൊക്കെ കഴുത്തിൽ ചുറ്റിയൊക്കെയാണ് വരുന്നത്. Some youngsters were into street negatives. Antonio and Felix slept, ate, rapped and dreamt positives. To be into something എന്ന് പറഞ്ഞാൽ to be interested into something. അപ്പോൾ ചില ചെറുപ്പക്കാരൊക്കെ നല്ലതല്ലാത്ത കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുമ്പോൾ ഇവരതിലൊന്നും താല്പര്യം കാണിച്ചിട്ടില്ല. അന്റോണിയോയും ഫെലിക്സും ഉറങ്ങിയതും ആഹാരം കഴിച്ചതും റാപ്പ് മ്യൂസിക് പാടിയതും സ്വപ്നം കണ്ടതും ഒക്കെ നല്ല രീതിയിലായിരുന്നു. ബിറ്റ്വീൻ ദം ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസീൻസ് plus a scrapbook filled with torn tickets to every boxing match
they had ever attended and some clippings of their own. അപ്പോൾ അവരുടെ കയ്യിൽ അവർ കാണാൻ പോയ മത്സരങ്ങളുടെയൊക്കെ ടിക്കറ്റുകളുടെ കീറിയ ടിക്കറ്റ്, അതായത് മത്സരം കാണാൻ നേരത്തെ അവർ കീറി ടിക്കറ്റ് തിരികെ കൊടുക്കുമല്ലോ, അതിൻ്റെ കളക്ഷൻ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫൈറ്റ് മാഗസിൻസിൻ്റെ, ഈ റെസ്ലിങ്, ബോക്സിങ് ഇവ സംബന്ധിച്ചുള്ള മാഗസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ ഈ ടോൺ ടിക്കറ്റ്സൊക്കെ അതിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ അവരെക്കുറിച്ച് പത്രങ്ങളിലും മാസികകളിലും ഒക്കെ വന്ന വാർത്തകളുടെ കട്ടിങ്സൊക്കെ അതിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. Now, after a series of elimination bouts, they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away, the winner to represent the boys club in the Golden Gloves Championship tournament. അപ്പോൾ ബോക്സിങ്ങിലെ കുറേ എലിമിനേഷൻ ബൗട്ട്സുകൾക്ക്, ബൗട്ട് എന്ന് പറഞ്ഞാൽ ബോക്സിങ്ങിലെ ഒരു വാക്കാണ്, ബോക്സിങ്ങും റെസ്ലിങ്ങിലും ഒക്കെയുള്ള മാച്ച് എന്നുള്ള അർത്ഥം. അപ്പോൾ കുറേ ഒഴിവാക്കൽ മത്സരങ്ങൾക്ക് ശേഷം അവരെ അറിയിച്ചു, അവരെ രണ്ടുപേരെയും ഡിവിഷൻ ഫൈനൽസിലേക്ക്, അവസാന മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അത് ഓഗസ്റ്റ് 7-നാണ്. ഇനി 2 ആഴ്ച കൂടിയുണ്ട്. അതിൽ ജയിക്കുന്ന ആൾ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ച് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. The two boys continued to run together along the East River Drive, but even when jogging with each other, they both sensed a wall rising between them. ആ രണ്ട് കുട്ടികളും അവരുടെ പരിശീലനവും ഓട്ടവും ഒക്കെ ദിവസേനയുള്ള രാവിലെയുള്ള ഓട്ടവും ഒക്കെ തുടർന്നു. പക്ഷേ അവർ തമാശ പറയുമ്പോൾ പോലും അവർ മനസ്സിലാക്കി അവർക്കിടയിൽ ഒരു മതിൽ ഉയർന്നു വരുന്നുണ്ടെന്ന്. One morning, less than a week before their bout, they met as usual for their daily workout. Workout means exercise. അപ്പോൾ ഒരു രാവിലെ അവർ പതിവ് പോലെ ഉള്ള എക്സസൈസുകൾക്ക് ഇറങ്ങിയപ്പോൾ അവർ കണ്ടുമുട്ടി. അപ്പോൾ മത്സരത്തിന് ഇനി ഒരാഴ്ച പോലും ഇല്ല. Antonio glanced at Felix, who kept his eyes purposefully straight ahead, pausing from time to time to do some fancy leg work while throwing 1-2s followed by uppercuts to an imaginary jaw. Imaginary jaw എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായ ഒരു താടി. അപ്പർകട്ട്സും 1-2സും ഒക്കെ ബോക്സിങ്ങിൽ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. അപ്പർകട്ട്സ് എന്ന് പറഞ്ഞാൽ കൈത്തലം മടക്കി മുകളിലേക്ക് ഉയർത്തി ഉള്ള പ്രഹരം. അപ്പോൾ ആൻ്റോണിയോ ഫെലിക്സിനെ നോക്കുമ്പോൾ ഫെലിക്സ് ഇങ്ങനെ മനഃപൂർവ്വം പർപ്പസ്ലി സ്ട്രെയിറ്റ് അഹെഡ്, മനഃപൂർവ്വം ഇങ്ങനെ മുമ്പോട്ട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രം ടൈം ടു ടൈം ഇടയ്ക്കിടയ്ക്ക് അയാൾ ഒരു ഫാൻസി ലെഗ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാളിനെ ബോക്സിങ്ങിൽ നേരിടുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇടിക്കുന്നതായിട്ടുമൊക്കെ കാണിക്കുന്നു. ആദ്യം 1-2s, അതിനെ തുടർന്ന് അപ്പർ കട്ട്സ് ഒക്കെ ആയിട്ട് ചെയ്യുന്നു. After a mile or so, Felix puffed. Puff means gasp, കിതയ്ക്കുക. After a mile or so, Felix puffed and said, "Let's stop a while, bro. I think we both got something to say to each other." അപ്പോൾ ഏതാണ്ട് 1 മൈൽ ചെന്നപ്പോൾ ഫെലിക്സ് കിതച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒന്ന് നിർത്തിയാലോ, നമുക്ക് 2 പേർക്കും പരസ്പരം ചില കാര്യങ്ങൾ പറയാനുണ്ട്. Man, I don't know how to come out with it. കമൗട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ അത് പറയണം എന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആൻ്റോണിയോ ഹെൽപ്ഡ്. അപ്പോൾ ആൻ്റോണിയോ സഹായിച്ചു. അയാൾ പറഞ്ഞു, ഇറ്റ്സ് അബൌട്ട് ആ ഫൈറ്റ്, റൈറ്റ്? നമ്മളുടെ പോരാട്ടത്തെക്കുറിച്ച്, നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് അല്ലേ പറയാൻ പോകുന്നത്? യാ, റൈറ്റ്. ഫെലിക്സ് ഐസ് സ്ക്വിൻറ്റഡ് അറ്റ് ദി റൈസിങ് ഓറഞ്ച് സൺ. ശരി. ഫെലിക്സിൻ്റെ കണ്ണുകൾ ഇങ്ങനെ പകുതി തുറന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി. അപ്പോൾ കണ്ണിലേക്ക് വെളിച്ചം അടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇൻഫാക്ട് സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മീ ആൻഡ് യു, ഐ ഹാവ് ബീൻ വേക്ക് അറ്റ് നൈറ്റ് പുള്ളിങ് പഞ്ചസ് ഓൺ യു, ട്രൈയിങ് നോട്ട് ടു ഹേർട്ട് യു. അപ്പോൾ ഞാനും ഈ ബോക്സിങ്, നമ്മുടെ മത്സരത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ തമ്മിലാണല്ലോ
അപ്പോൾ അതുകൊണ്ട് എനിക്കും അത് മനപ്രയാസമുണ്ട്. ഞാൻ രാത്രിയിൽ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ഇത് ആലോചിക്കാറുണ്ട്. എങ്ങനെ നിന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കാറുണ്ട്. സെയിം ഹിയർ, ഇറ്റ് ഈസ് ഇൻ നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. ഇവിടെ ഡബിൾ നെഗറ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ പോസിറ്റീവ് ആവും. ഇറ്റ് ഈസ് ഇൻ നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. സെയിം ഹിയർ, ഇവിടെ എനിക്കും അങ്ങനെ തന്നെ. ഇറ്റ് ഈസ് ഇൻ നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നാച്ചുറൽ ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. ഡബിൾ നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഫൈറ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല, അത് സ്വാഭാവികമാണ്. നമ്മൾ ചിന്തിച്ചു പോകും. ഐ മീൻ വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വോണ്ട് ടു വിൻ. നമ്മൾ രണ്ടുപേരുമാണ് ഫൈറ്റേഴ്സ്, നമ്മൾ രണ്ടുപേരും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. ബട്ട് ഓൺലി വൺ ഓഫ് us ക്യാൻ വിൻ. പക്ഷേ നമ്മളിൽ ഒരാൾക്കേ ജയിക്കാൻ കഴിയൂ, ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ. ദർ ആർ നോ ഡ്രോസ് ഇൻ ദി എലിമിനേഷൻസ്. എലിമിനേഷനിൽ ഡ്രോ ഇല്ല. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ ജെൻലി ഓൺ ദ ഷോൾഡർ. ഫെലിക്സ് അന്റോണിയോൻ്റെ തോളത്ത് മൃദുവായിട്ടൊന്ന് തട്ടി, ഒന്ന് തടകി. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ ആം ബ്രാഗിങ് ബ്രോ. ബ്രാഗ്, ബോസ്റ്റ്. അപ്പോൾ ഞാൻ പൊങ്ങച്ചം പറയാണെന്ന് കരുതരുത്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബട്ട് ഐ വോണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. ഫെയർ ആൻഡ് സ്ക്വയർ നേരെ ചൊവ്വേ, ഫെയർലി ആൻഡ് സ്ക്വയർലി എന്നും പറയാം. ഞാൻ പിന്നെ നേരെ ചൊവ്വേ വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആൻറ്റോണിയോ നോഡഡ് ക്വയറ്റ്ലി. വളരെ ശാന്തനായി ആൻറ്റോണിയോ തലകുലുക്കി. യാ, വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദ ബെറ്റർ മാൻ വിൻസ്. ഇറ്റ്സ് ഫെയർ ടോണി. അപ്പോൾ ആൻറ്റോണിയോ പറഞ്ഞു, മത്സരത്തിൽ, റിംഗ് എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് റിംഗ്, അവിടെ എത്തുമ്പോൾ ഏറ്റവും നല്ല ആളായിരിക്കും വിജയിക്കുന്നത്, അതാണ് ശരി. വെൻ വി ഗെറ്റ് ഇൻ ദ റിംഗ് ഇറ്റ് ഈസ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. മത്സരത്തിനെത്തുമ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടില്ലാത്തവരെ പോലെ വേണം പ്രവർത്തിക്കേണ്ടത്. വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ചേഴ്സ് ദാറ്റ് വാണ്ട് ദ സെയിം തിങ് ആൻഡ് ഓൺലി വൺ ക്യാൻ ഹാവ് ഇറ്റ്. നമ്മൾ രണ്ടുപേരും രണ്ട് അപരിചിതരെ പോലെ ആയിരിക്കും. രണ്ടു പേർക്കും ഒരേ കാര്യമാണ് നേടേണ്ടത്, ഒരാൾക്ക് മാത്രമേ നേടാൻ പറ്റുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? നിനക്ക് മനസ്സിലായോ? ഐ നോ. ടോണി സ്മൈൽഡ്. എനിക്കറിയാം, ടോണി ചിരിച്ചു. നോ പുള്ളിങ് പഞ്ചസ്, വി ഗോ ഓൾ ദ വേ. പരസ്പരം വേദനിപ്പിക്കാതെ നമ്മൾ ഈ മത്സരത്തിലുടനീളം. യാ, ദാറ്റ് ഇസ് റൈറ്റ്. ലിസൺ ടോണി, ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ഇഫ് യു ഡോണ്ട് സീ ഈച്ച് അതർ അൺടിൽ ദ ഡേ ഓഫ് ഫൈറ്റ്? അതെ, ശരി. ശ്രദ്ധിക്കൂ ടോണി, നമ്മൾ തമ്മിൽ മത്സരം ഉണ്ടാകുന്ന ദിവസം വരെ ഇനി കാണാതിരിക്കുന്നതല്ലേ നല്ലത് പരസ്പരം. ഐ ആം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ആൻറ്റ് ലൂസി ഇൻ ദി ബ്രോങ്സ്. ഞാൻ ബ്രോങ്സ് എന്ന സ്ഥലത്ത് പോയി എൻ്റെ ആൻറ്റി ലൂസിയുടെ കൂടെ താമസിക്കാൻ പോവുകയാണ്. ടോണി സ്ക്രാച്ച് ഹിസ് നോസ് പെൻസിവിലി എന്ന് പറഞ്ഞാൽ ചിന്താഭരിതനായി ടോണി അയാളുടെ മൂക്കൊന്ന് ചൊറിഞ്ഞു. യാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. അതാണ് നമ്മളുടെ തലയ്ക്ക് നല്ലത്. ഹി ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ് പാം അപ്വേർഡ്. ഡീൽ. കൈ മുമ്പോട്ട് നീട്ടി കൈത്തല ഉയർത്തിയിട്ട് ഡീൽ, സമ്മതമാണോ എന്ന് ചോദിച്ചു. ഡീൽ. ഫെലിക്സ് ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. അപ്പോൾ ഫെലിക്സും പറഞ്ഞു ഡീൽ. റെഡി ഫോർ സം മോർ റണ്ണിങ്? ടോണി ആസ്റ്റ് ലെയിംലി. അപ്പോൾ ടോണി ചോദിച്ചു, അലസമായിട്ട് ചോദിച്ചു, ഇനിയും ഓടുന്നുണ്ടോ? No bro, let's cut it here. You go on. I like to get things together in my head. ഇല്ല, പോകുന്നില്ല, നമുക്കിവിടെ വെച്ച് നിർത്താം, നീ പൊയ്ക്കോ. എനിക്ക് എൻ്റെ തലയ്ക്കൊരു വെളിവ് കിട്ടട്ടെ. യു ആർൻറ്റ് വറീഡ് ആർ യു? ടോണി ആസ്റ്റ്. അപ്പോൾ ടോണി ചോദിച്ചു, നീ ദുഃഖിതനാണോ? നോ വേ മാൻ. ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. ഐ ജസ്റ്റ് തിങ്ക് it's cooler if we split right here. After the fight we can get it together again like nothing ever happened. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ വെച്ച് പിരിയുന്നതാണ് നല്ലത്. പിന്നെ ഈ ഫൈറ്റിനൊക്കെ ശേഷം നമുക്ക് വീണ്ടും ഒന്നിക്കാമല്ലോ. ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ നമുക്ക് വീണ്ടും ഒന്നിക്കാമല്ലോ. The Amigo brothers were not ashamed to hug each other tightly. അവർ ആലിംഗനം ചെയ്തു, അതിനൊരു നാണക്കേടൊന്നും തോന്നിയില്ല. The evening before the big fight, Tony made his way to the roof of his building.
ഫൈറ്റിൻ്റെ തലേ ദിവസം വൈകുന്നേരം ടോണി അവൻ്റെ വീടിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ഇൻ ദി ക്വയറ്റ് ഏർലി ഡാർക്ക് ഹി പിയർഡ് ഓഫ് ദ ലെഡ്ജ്. ജനൽപ്പടിയിലൂടെ നോക്കി. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്, ഫീലിംഗ് ഹി ഹാഡ് സക്സീഡഡ് ഇൻ സൈക്കിങ് ഹിസ് മൈൻഡ്. അയാൾ ഫെലിക്സിനെ കുറിച്ച് മറക്കാൻ ശ്രമിച്ചു, അയാളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ ശ്രമിച്ചു. അതിൽ അയാൾ വിജയിച്ചതായിട്ട് അയാൾക്ക് തോന്നി. ബട്ട് ഒൺലി ഇൻ ദ റിങ് വുഡ് ഹി റിയലി നോ. റിങ്ങിലെത്തുമ്പോഴേ സത്യത്തിൽ എന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അയാളെ മറക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇവിടെ ഒരു ഇൻവേർഷനുണ്ട്. ഹീ വുഡ് റിയലി നോ എന്നതിന് പകരം വുഡ് ഹി റിയലി നോ എന്നെഴുതാൻ കാരണം തുടക്കത്തിൽ ഒള്ളി ഇൻ വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇൻവേർഷൻ വന്നത്. ടു സ്പെയർ ഫെലിക്സ് ഹേർട്ട് ഹി വുഡ് ഹാവ് ടു നോക്ക് ഹിം ഔട്ട് ഏർലി ആൻഡ് ക്വിക്ക്. ഫെലിക്സിന് പരിക്കേൽക്കാതെ ഇരിക്കണമെങ്കിൽ എത്രയും നേരത്തെ അവനെ ഔട്ടാക്കണം. നോക്ക് ഹിം ഔട്ട് എന്ന് പറഞ്ഞാൽ അയാളെ പുറത്താക്കുക, കളിയിൽ നിന്ന് കളിച്ച് ഔട്ടാക്കുക. Up in the South Bronx, Felix decided to take in a movie in an effort to keep Antonio's face away from his fists. അപ്പോൾ ഫെലിക്സും അന്റോണിയോ മറക്കുന്നതിന് വേണ്ടി ബ്രോൺസിൽ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. ദ ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ സിനിമ. ദ ഫ്ലിക്ക് വാസ് ദ ചാമ്പ്യൻ വിത്ത് കിർക്ക് ഡഗ്ലസ് ഉള്ള ചാമ്പ്യൻ എന്ന സിനിമയായിരുന്നു അത്. ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. ചാമ്പ്യൻ പരാജയപ്പെടുന്നതായിട്ടും അടികൊണ്ട് വീഴുന്നതായിട്ടും ആയിരുന്നു ആ സിനിമയിൽ. ഫെലിക്സ് ഫെൽറ്റ് എ ഷോക്ക്. ഫെലിക്സ് ഞെട്ടിപ്പോയി. ഹീ സോ ഹിംസെൽഫ് ഇൻ ദി റിംഗ് ബ്ലാസ്റ്റിംഗ് ആൻറ്റോണിയോ എഗൻസ്റ്റ് ദ റോപ്സ്. ആൻറ്റോണിയെ അയാൾ അടിച്ച് നിലം പരിശാക്കുന്നതായിട്ടാണ് അയാൾക്ക് ഉടനെ തോന്നിയത്. റോപ്സ് എന്ന് പറയുമ്പോൾ കയറുകൊണ്ടുള്ളൊരു വലയാണ് കളിക്കുന്ന സ്ഥലത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ളത്. He walked up some dark streets, deserted except for small pockets of wary-looking kids wearing gang colors. അദ്ദേഹം സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അവിടെ വിജനമായിരുന്നു. പിന്നെ ആകപ്പാടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. Walking the streets had not relaxed him. Neither had the fight flick. ആ സ്ട്രീറ്റിലൂടെ നടന്നതോ ആ സിനിമ കണ്ടതോ ഒന്നും അയാളുടെ മനസ്സിലെ അസ്വസ്ഥത ഇല്ലാതാക്കാൻ സഹായിച്ചില്ല. ഓൾ ഇറ്റ് ഹാഡ് ഡൺ വാസ് ടു സ്റ്റിർ ഹിം അപ്പ്. പിന്നെ സംഭവിച്ചെന്താണ്? മനസ്സ് കുറച്ചും കൂടെ ഇളകി. ഹി ലെറ്റ് ഹിംസെൽഫ് ക്വയറ്റ്ലി ഇൻ ടു ഹിസ് ആൻഡ് ലൂസീസ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് വെൻ സ്ട്രെയിറ്റ് ടു ബെഡ്. അയാൾ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് ലൂസി ആൻറ്റിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയും നേരിട്ടങ്ങ് കിടക്കാനായിട്ട് പോവുകയും ചെയ്തു, ഉറങ്ങാൻ. ആൻറ്റോണിയോ വാസ് പാസിങ് സം ഹെവി ടൈം ഓൺ ഹിസ് റൂഫ് ടോപ്പ്. വീടിൻ്റെ മുകളിൽ ആൻറ്റോണിയോയും വളരെ മാനസിക പ്രയാസം അനുഭവിക്കുകയായിരുന്നു. ഹൗ വുഡ് ദ ഫൈറ്റ് ടുമോറോ അഫക്റ്റ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫെലിക്സ്? നാളത്തെ ഫൈറ്റ് ഫെലിക്സുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും? ആഫ്റ്റർ ഓൾ ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെല്ലാം ഉപരി ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റു പ്രൊഫഷൻ പോലെയേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അതിനകത്ത് ഫ്രണ്ട്ഷിപ്പും ഫൈറ്റും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് എ നോയിങ് ഡൗട്ട് ക്രെപ്റ്റിൻ. പക്ഷേ ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സംശയം മനസ്സിലേക്ക് വന്നു. ഹി കട്ട് നെഗറ്റീവ് തിങ്കിങ് റിയലി ക്വിക്ക് ബൈ ഡൂയിങ് സം സ്പീഡി ഫാൻസി ഡാൻസ് സ്റ്റെപ്സ്. പെട്ടെന്ന് ഈ നെഗറ്റീവ് ചിന്ത മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടി ഫാൻസി ഡാൻസിൻ്റെ ചില സ്റ്റെപ്പുകൾ അയാൾ ചെയ്തു. ഫെലിക്സ്, ഹിസ് അമീഗോ ബ്രദർ, വാസ് not going to be Felix at all in the ring, just an opponent with another face. ഫെലിക്സ് തൻ്റെ സുഹൃത്ത്, തൻ്റെ സഹോദരൻ അല്ല നാളെ, ആ ആളിനെ അല്ല നാളെ കാണാൻ പോകുന്നത്. തൻ്റെ എതിരാളിയാണ് കാണാൻ പോകുന്നത്, മറ്റൊരു മുഖമുള്ള എതിരാളിയെ. ആൻറ്റോണിയോ വെന്റ് ടു സ്ലീപ്പ്. ആൻറ്റോണിയോ ഉറങ്ങാൻ പോയി. ലൈക്ക് ഹിസ് ഫ്രണ്ട്, സുഹൃത്തിനെ പോലെ, ഹീ പ്രൈഡ് ഫോർ വിക്ടറി വയ എ ക്വിക്ക് ക്ലീൻ നോക്ക് ഔട്ട് ഇൻ ദി ഫസ്റ്റ് റൗണ്ട്. സുഹൃത്തിനെ പോലെ അയാളും പ്രാർത്ഥിച്ചത് ആദ്യ റൗണ്ടിൽ തന്നെ എതിരാളിയെ ഔട്ടാക്കാൻ കഴിയണേ. അങ്ങനെ അയാൾക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുറയ്ക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അയാൾ ഉറങ്ങാൻ പോയത്.
അന്റോണിയോ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോഴും അദ്ദേഹം തന്റെ സുഹൃത്തായ ഫെലിക്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത്. ഫെലിക്സ് ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ടായിരുന്നെങ്കിൽ തനിക്ക് ഫെലിക്സിനെ അധികം വേദനിപ്പിക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അയാൾ ഉറങ്ങാൻ പോകുന്നത്. നമുക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.